ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുണ് കൺമണിയെ കാണാൻ തന്നെ അലിഗയിലേക്ക് വരികയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെ എത്രയും പെട്ടെന്ന് കല്യാണം തീയതി ഉറപ്പിക്കണം, അവളെൻ്റെ കയ്യിൽ കിട്ടണം എന്ന രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുൺ അവിടെ നിൽക്കുന്നത്. ആ സമയം തന്നെയാണ് വിദ്യ അങ്ങോട്ട് വരുന്നത് കേട്ടോ. വിദ്യ പറയുന്നുണ്ട്, എന്താ വരുൺ ഇവിടെ നിൽക്കുന്നത്, എനിക്ക് കൺമണി എത്രയും പെട്ടെന്ന് കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിദ്യ മനസ്സിലാക്കുന്നുണ്ട്, മാനസയുടെ അടുത്തുനിന്ന് ഇഷ്ടം പോലെ വർക്കും അത് ടെൻഷനുമായിട്ട് ഇരിക്കുകയാണ്ടോ കൺമണി. അതുകൊണ്ട് തന്നെ ഇനി ഇവൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സമാധാനം മുഴുവനും ഇന്ന് പോവും. അതുകൊണ്ട് തന്നെ ഇവനെ അങ്ങോട്ട് പറഞ്ഞയച്ചു വിടണം എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ്. പിന്നെ ഒരു കാര്യമുണ്ടോ, ഇത് ഓഫീസ് ടൈമാണ്, ഈ സമയത്ത് തന്നെ സ്റ്റാഫിനെ ആരും പുറത്തുള്ള ആൾക്കാർ കാണാൻ സമ്മതിക്കില്ല, ഇവിടുത്തെ റൂൾ അതാണ് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതൊന്നും എനിക്ക് ബാധകമല്ല, എത്രയും പേരുന്ന് എനിക്ക് കൺമണിയെ കണ്ടേ പറ്റൂ. വരുണ് പിന്നെ എൻ്റെ ആളായതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും കൺമണിയെ കാണിക്കാം. പിന്നെ വരുണെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, അവളെ വഴക്കൊന്നും പറയരുത് എന്നൊക്കെ വിദ്യ വെറുതെ എരിപിരി കൂട്ടി കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. എനിക്ക് അവളെ കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു. അങ്ങനെ കൺമണി എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ കൺമണി ഞെട്ടിച്ചാടുന്നുണ്ട്. അപ്പോഴത്തേനും അയ്യോ എന്നെ കൊല്ലല്ലേ എന്ന രീതിയിലൊക്കെ വരുൺ പറയുന്നുണ്ട്. വരുൺ എന്താ ഇവിടെ, എനിക്ക് നിന്നെ കാണണം, നീ എന്നെ ഈ അവസ്ഥയിലാക്കിയല്ലേ, നീ മനഃപൂർവ്വം ചെയ്തതാണല്ലേ. അപ്പോൾ കൺമണി പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് വരുണെ മനഃപൂർവ്വം ചെയ്യുന്നത്, അന്ന് അങ്ങനെ കള്ളനെ പോലെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നീ തന്നെ കണ്ടോ, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എനിക്ക് മനസ്സിലായി, എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഒന്ന് പതുക്കെ പറയൂ വരുൺ എന്ന് പറയുന്നത്. ഓ അവനുണ്ടോ ഇവിടെ, ആ കൃഷി ഉണ്ടോ, നീ അവനെ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്നോട് പതുക്കെ പറയാനായിട്ട് പറഞ്ഞത്, അതൊന്നും നടക്കാൻ പോകുന്നില്ല കൺമണി, എനിക്ക് അവനോടും സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറയുന്നു. വരുൺ ഇവിടുന്ന് പോ പ്ലീസ്, നമുക്ക് പുറത്ത് നിന്ന് കാണാമെന്ന് പറയുന്നു. എനിക്ക് കാണുക വേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ കൈയിൻ്റെ കെട്ടഴിച്ച ഉടനെ തന്നെ നമ്മുടെ രജിസ്റ്റർ മാരേജ് ആയിരിക്കും നടക്കാനായിട്ട് പോവുക. അല്ലെങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കൂ, എന്നെ ഒഴിവാക്കാനാണ് നിൻ്റെ ശ്രമമെങ്കിൽ 101 പവനും 10 ലക്ഷം രൂപയും പിന്നെ നഷ്ടപരിഹാരമായിട്ട് 10 ലക്ഷം വീണ്ടും ഒരു രൂപയും അതുപോലെ തന്നെ നിൻ്റെ ജീവനുമാണ് എനിക്ക് വേണ്ടതെന്നൊക്കെ പറയുകയാണ്. അല്ലാതെ ഒരു പക്ഷവും ഞാൻ കല്യാണത്തിൽ നിന്ന് പിന്മാറുന്ന യാതൊരു തര കാര്യമില്ല കൺമണി എന്നൊക്കെ കൺമണിയോട് പറയുന്നുണ്ട്. വരുൺ ഞാൻ പറയുന്നത് കേൾക്കുമെന്ന് പറയുന്നത്, ഒരു കേൾക്കലുമില്ല, എത്രയും പെട്ടെന്ന് തന്നെ നീ മനഃപൂർവ്വം എന്നെ ഇവിടെ ഇപ്പോൾ കല്യാണം കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ച കാര്യങ്ങളാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കൺമണി. എന്തായാലും നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും എന്ന രീതിയിലൊക്കെ വരുൺ അവിടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വരുൺ പറയുന്നത്, എന്നാൽ ഞാൻ പോവുകയാണ്, എന്തായാലും അടുത്ത് തന്നെ നമ്മുടെ കല്യാണം ഉണ്ടാകും, അതിനുശേഷം തന്നെ പിന്നീട് നിനക്കുള്ള ശിക്ഷ ഞാൻ വിധിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു പോകുന്നു. അപ്പോഴത്തേനും കൃഷ്ണനെ കണ്ടുമുട്ടായിട്ടോ വരുണ്. അപ്പോൾ കൃഷ്ണാണെങ്കിലും തട്ടിപ്പോകുമ്പോൾ സമയത്ത് തന്നെ സെക്യൂരിറ്റി ഇയാളേക്ക് എന്തിനാ അകത്തേക്ക് വിളിച്ച് കയറ്റിയതെന്ന് പറയുമ്പോൾ, ഓ താനായിരുന്നു വരുണോ, ആ വരുണേ നിൻ്റെ അവസ്ഥയൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, തനിക്കിപ്പോൾ മാറിയോ, താൻ കൺമണിയെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലേ, എന്തായാലും തൻ്റെ ഈ അവസ്ഥ എന്തായാലും നല്ലതാണ്, എന്തായാലും തനിക്ക് ഈ അടി വന്നിട്ടുള്ള ആൾ നല്ല ബെസ്റ്റ് ആളാണ്, കാരണം ഇത് തനിക്ക് ഞാൻ തരണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഞാൻ തന്നാൽ ഇത്ര പെർഫെക്ഷൻ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല, എന്തായാലും തന്ന ആൾ ഗംഭീരമാണെന്നൊക്കെ പറയട്ടെ ചെയ്യുന്നത്. അപ്പോഴേക്കും വരുണ് ദേഷ്യപ്പെട്ടിട്ട് അങ്ങനെ വേദനിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേനും കൃഷ്ണന് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. പിന്നീട് ക്യാബിലേക്ക് പോകുന്ന സമയത്തിൻ്റെ മാനസ് അവിടെ ഉണ്ട്. ആ കൃഷ് അവിടെ നിൽക്ക്, കൃഷേ ഞാൻ ഇന്ന് തിരിച്ചു പോവുകയാണെന്ന് പറയുന്നു. ആ എന്തായാലും എത്രയും പെട്ടെന്ന് പോ എന്ന് പറയുന്നു. എന്താ കൃഷി ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്നോട് എത്രയും പെട്ടെന്ന് പോകാനാണോ പറയുന്നത്, എന്നോട് ഒന്നും സംസാരിക്കാനില്ലേ, ഓ എത്ര മണിക്കാണ് ഫ്ലൈറ്റ് എന്ന് ചോദിക്കുന്നു. ആ പറഞ്ഞ സ്ഥിതിക്കല്ലേ ഈ കുറച്ച് കഴിഞ്ഞിട്ടാണെന്ന രീതിയിലൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. പിന്നെ നിന്നെ കൊണ്ടുവിടാൻ സെക്യൂരിറ്റി കൊണ്ടുവിടും. കൃഷി നീ എന്താ ഇങ്ങനെ മുരട സ്വഭാവമായിട്ട് സംസാരിക്കുന്നത്, നിനക്കൊരു റൊമാൻറ്റിക്കും ഇല്ലേ എന്ന രീതിയിലൊക്കെ ചോദിക്കുകയാണ്. ആ ഉണ്ടല്ലേ, നീ പുറത്ത് കടിച്ച് കീറുന്ന പോലെയല്ല, ഉള്ളിൽ നല്ല റൊമാൻറ്റിക് ആണെന്ന് എനിക്കറിയാം, കല്യാണം കഴിയട്ടെ അപ്പോൾ അറിയാമല്ലോ ഇതിനെക്കുറിച്ചൊക്കെ എന്ന് പറയുന്നു. മനസ്സ് എന്നെ ദേഷ്യം പിടിപ്പിക്കണം, നീ പോവാൻ നോക്ക്, എൻ്റെ ദേഹത്ത് പിടിക്കേണ്ടവൻ കൈ തട്ടി മാറ്റുന്നു, എന്താ കൃഷി ഇങ്ങനെ. പക്ഷേ ആ കൈ തട്ടി മാറ്റുമ്പോൾ മനസ്സേക്ക് ദേഷ്യം വരുന്നത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കല്യാണം കഴിയട്ടെ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്, നീ പോവാൻ നോക്ക് ഞാൻ വിളിച്ചോളാം എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ കൺമണിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ മനസ്സിലൊക്കെ ആലോചിക്കുകയാണ്, ആ അപ്പോൾ കൺമണിയുടെ അടുത്തേക്ക് പോകും, അവൾക്ക് ഇഷ്ടം പോലെ വർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിന്നോട് സംസാരിക്കാൻ പോലും അവൾക്ക് നേരം ഉണ്ടാവില്ല ചെല്ലി എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അവൾക്കുള്ള പണി ഞാൻ കൊടുത്തു തുടങ്ങി, നിനക്കുള്ള പണി ഞാൻ കല്യാണം കഴിയട്ടെ എന്നിട്ട് തരാമെന്ന് പറയാട്ടോ. അതിനുശേഷം തന്നെ കൃഷി ആണെങ്കിലും കമ്പനിയിലേക്ക് വിളിച്ച് വളരെയധികം വഴക്ക് പറയുന്നുണ്ട്. കാരണം ഇന്ന്
കൃഷിൻ്റെ മൂഡ് അത്ര ശരിയല്ല, അത്രയും ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് ദേവ്ജി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഒച്ചയുണ്ടാക്കുന്നതെന്ന് പറയുന്നു. ദേവ്ജി ആകെ പ്രശ്നത്തിലാണ്, എനിക്ക് ആകെ മനസ്സമാധാനമില്ല, എന്താ കൃഷി കാര്യങ്ങൾ എന്നോട് സംസാരിക്കാം എന്ന് പറയുന്നു. അപ്പോഴത്തേനും ആ ബലരാമൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കൃപയെ കാണാനായിട്ട്. പക്ഷെ അവൻ ആൾ ശരിയല്ല, അവൻ ഞാൻ കാണുമ്പോഴെല്ലാം ഒഴിഞ്ഞു മാറി നടക്കുന്ന സ്വഭാവമാണ് അവനുള്ളത്. അവനെ എനിക്ക് നേരിട്ട് കാണണമെന്നാണ് ആഗ്രഹം, പക്ഷെ നടക്കുന്നില്ല ദേവ്ജി എന്ന് പറയുന്നു കേട്ടോ. താൻ വിഷമിക്കേണ്ട, എന്ത് വിഷമിക്കേണ്ട, അച്ഛനും അമ്മയ്ക്കും അവൻ ഒരു മൂത്ത മകനാണ്, അവനെ വേണമെങ്കിൽ അവർ ദത്തെടുത്തോട്ടെ, എന്നെ അത് ഒഴിവാക്കിക്കോട്ടെ എന്ന് പറയുന്നു. എന്താ നീ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലാം തന്നെ സാഗറും സുജാതി തിരിച്ചറിയുന്നതോടുകൂടി മാറുമെന്ന് പറയുന്നു. അവരൊരിക്കലും തിരിച്ചറിയാൻ പോകുന്നില്ല ദേവ്ജി, കാരണം അവരെ വശീകരിച്ച് വെച്ചിരിക്കുകയാണ് ആ ബലരാമൻ. അവനുള്ളിടത്തോളം കാലം ഞാൻ അവരുടെ നല്ല രീതിക്ക് തന്നെ അവരോട് സംസാരിക്കാൻ പോകുന്നില്ല. അവർ എന്നാണാവോ അവനെ തിരിച്ചറിയുന്നത് അന്ന് മാത്രമേ ഞാൻ നല്ല രീതിയിൽ അവരോട് സംസാരിക്കുകയുള്ളൂ എന്ന് പറയുന്നു. എന്തായാലും ആ ബലരാമനെ ഇനി ഒരിക്കലും വീട്ടിൽ കയറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. അങ്ങനെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നാൽ മാത്രമാണ് ഞാൻ വീട്ടിലേക്ക് പോകുള്ളൂ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നാണ് ദേവ്ജി എന്ന് പറയുന്നു. താൻ എന്ത് മണ്ടത്തനാണ് ഈ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ തന്നെയാണ്, എനിക്കും ഉണ്ട് വാശി. താൻ എവിടെയപ്പോൾ കിടക്കാമെന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ അലികയിൽ നിന്നോളാം എന്ന് പറയാട്ടോ, അല്ലാതെ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഞാൻ സാഗറിനോട് സംസാരിക്കാം കൃഷി എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നില്ല അച്ഛൻ എല്ലാത്തിനും സമ്മതിക്കുമോ ദേവ്ജി എന്ന് പറയുന്നു. താൻ വിഷമിക്കേണ്ട, എല്ലാത്തിനും ഒരു പോംവഴി ഉണ്ടാകുമെന്ന് പറയാട്ടോ. അങ്ങനെ തന്നെ കൺമണിയാണ് കാണിക്കുന്നത്. കൺമണിയും വിദ്യയും കൊണ്ട് സംസാരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മാനസമേടെ നിനക്ക് ഒരുപാട് വർക്ക് വന്നിട്ടുണ്ടല്ലേ, ഇതെല്ലാം നീ എപ്പോൾ ചെയ്ത് തീർക്കും? ഈ ഒരു ദിവസം കൊണ്ട് നിനക്ക് കഴിയുമോ എന്ന് പറയുന്നു. ഇതിൻ്റെ പുറകിൽ നീയാണെന്ന് എനിക്കറിയാം വിദ്യ എന്ന രീതിയിൽ പറയുന്നു. നീ എന്നെ എന്താ പേരെടുത്ത് വിളിച്ചോ കൺമണി എന്ന് പറയുന്നുണ്ട്. പിന്നല്ലാതെ നമ്മൾ ഒരേ രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, പിന്നെന്താ പേര് വിളിച്ചാൽ? ഓ, നീ ഇപ്പോൾ ചീഫ് ഡിസൈനർ ആയല്ലോ, പക്ഷേ എന്ത് ചെയ്യാനാണ്, എൻ്റെ ഒപ്പം നിൽക്കാനായിട്ടില്ല കേട്ടോ കൺമണി എന്ന രീതിയിലൊക്കെ വിദ്യയോട് സംസാരിക്കാതെ ചെയ്യുന്നത്. നിൻ്റെ ഒപ്പം ആയിട്ടുണ്ടോ ആയിട്ടില്ലേ എന്ന് എനിക്ക് മനസ്സിലാവും വിദ്യ, പക്ഷേ നീ ചെയ്യുന്ന തെറ്റുകൾക്കൊക്കെ നിനക്കുള്ള ശിക്ഷ ഞാൻ തരുന്നുണ്ടെന്ന് പറയാട്ടോ ചെയ്യുന്നത്. നീ എടി എന്ന് എന്നെ വിളിക്കാതെ നിൽക്കുക എന്ന രീതിയിലൊക്കെ വിദ്യ കൺമണിയോട് പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വിദ്യ എടി എന്നൊക്കെയാണ് ഞാൻ വിളിച്ചിട്ടുള്ളത്. ഇതിൽ മോശമായ വാക്കുകൾ എനിക്ക് സംസാരിക്കാൻ അറിയാൻ വയ്യാണ്ടല്ല, നിൻ്റെ സ്വഭാവം അനുസരിച്ച് അതൊക്കെ തന്നെ ധാരാളം എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു കേട്ടോ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന രീതിയിൽ പറയുമ്പോഴത്തേനും ദേവിജി അങ്ങോട്ടേക്ക് വരുന്നു. എന്താ ഇങ്ങനെ ഈ ഒരു വലിയൊരു കമ്പനിയിൽ വലിയൊരു പോസ്റ്റിലിരിക്കുന്ന 2 ചീഫ് ഡിസൈനേഴ്സാണ് നിങ്ങൾ, എന്താണ് നിങ്ങളിങ്ങനെ ചന്ത പിള്ളേരെ പോലെ ഇങ്ങനെ വഴക്ക് കൂടിയോണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. ദേവ് സാർ, ഞാൻ ഇവരെ സീനിയോറിറ്റി ഉള്ള ഒരാളാണ്, ഇവളെ എന്നെ പേരെടുത്ത് വിളിക്കുന്നു എന്ന രീതിയിലൊക്കെ വിദ്യ ദേവിജിയോട് പറയുമ്പോഴത്തേനും അതിനെന്താ വിദ്യ, നിങ്ങൾ ഒരേ ഇതിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, പിന്നെ എന്താണ് പ്രശ്നം? അതിനൊരു പ്രശ്നവുമില്ല, നീ ഇതൊക്കെ വലിയ വിഷയമാക്കി എടുക്കണ്ട എന്ന് പറയുന്നു. കൺമണി അതുപോലെ വിദ്യ, ഇതുപോലെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ ഈ ഗേറ്റിന് പുറത്ത് മതി, ഇവിടെ വേണ്ട. അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് ഇവിടെ ജോലി ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ 2 പേര് ചെയ്താൽ മതി എന്ന രീതിയിലൊക്കെ സംസാരിക്കാട്ടോ ചെയ്യുന്നത്. ആ വിദ്യ നല്ല രീതിക്കാണെങ്കിൽ വിദ്യ നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വിദ്യ മുന്നോട്ടാണോ അതോ ബാക്കോട്ടാണോ എന്ന് പോകുന്നത് നീ ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ വിദ്യ താഴോട്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. വിദ്യ ഒന്ന് ചിന്തിച്ച് നോക്കുക എന്നൊക്കെ പറഞ്ഞ് വിദ്യയെ പറഞ്ഞയക്കുന്നു. അവനെ കൺമണിയോട് പറയുന്നത്, കൺമണി നല്ല രീതിക്ക് തന്നെ ജോലി ചെയ്യണം എന്ന രീതി പറയുന്നു. കൺമണിയുടെ ക്യാബിൽ പോയിരുന്ന് ജോലി ചെയ്താൽ എന്താ കുഴപ്പം, എനിക്കിവിടെയാണ് സർ കൂടുതൽ കംഫർട്ടബിൾ എന്ന രീതിയിൽ പറയുന്നു. എന്തിന് പോകാനായില്ലേ കൺമണി എന്ന് പറയുന്നത്, ഇത്രയും വർക്ക് ചെയ്യിക്ക് തീർക്കാനുണ്ടെന്ന് മാനസമേടെ എനിക്ക് തന്നിട്ടുള്ളതാണെന്ന് പറയട്ടെ ചെയ്യുന്നത്. ഇതെന്താ ഇത് കൺമണിയല്ലല്ലോ ചെയ്യേണ്ടത്, എന്താ ഇങ്ങനെ ഒരു വർക്ക് തന്നിരിക്കുന്നത്? ഓ, നിനക്കിട്ട ഒരു പണി തന്നിരിക്കുകയാണല്ലേ, ചുറ്റും നിനക്കുള്ള പണികളാണല്ലോ കൺമണി ഇത് ചെയ്യേണ്ടെന്ന് പറയുന്നു. അല്ല സർ, ഇതിപ്പോൾ തീരില്ല കൺമണി, ഞാൻ ചെയ്തോളാം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. നല്ല കോൺഫിഡൻസ് നല്ലതാണ്, പക്ഷേ ഇത് കുറച്ച് ഓവറാണ് കൺമണി എന്ന് പറയാട്ടോ. മാനസ, നിനക്ക് ഒരു പണി തന്നു തന്നെയാണെന്ന് പറയുന്നു. എന്തായാലും ശരി, കൺമണിയെ വർക്ക് തീരുമ്പോൾ ഞാൻ സെക്യൂരിറ്റിയോട് പറഞ്ഞിട്ടുണ്ട് കൺമണിയെ വീട്ടിൽ കൊണ്ടുപോക്കാൻ എന്ന് പറയുന്നു കേട്ടോ. ശരി സർ എന്ന് പറയാണ്. പിന്നെ കൺമണിയെ പോലെ തന്നെ ഇന്ന് അലികയിൽ നിൽക്കുന്ന മറ്റൊരാളുണ്ട്, അത് ആരാ സർ എന്ന് ചോദിക്കുമ്പോൾ അത് കൃഷാണ്. കൃഷാണെങ്കിൽ വീട്ടിലെ അച്ഛനും അമ്മയും തെറ്റിപ്പോന്നിരിക്കുന്ന ആ ബലരാമൻ്റെ കാര്യം പറഞ്ഞിട്ട് തന്നെ എന്താ ചെയ്യാനാണ്, എല്ലാം ശരിയാവുമെന്ന് പറയുന്നു. അയ്യോ പ്രശ്നമായോ എന്ന രീതിയിൽ മനസ്സിൽ ചിന്തിക്കുക കേട്ടോ കൺമണി ചെയ്യുന്നത്. എന്തായാലും ഞാൻ പോട്ടെ കൺമണി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പിന്നെ കൃഷിനെയും കൂടി ശ്രദ്ധിച്ചേക്കണേ എന്ന് പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. കൃഷാണെങ്കിലോ കൂട്ടുകാരനെ വിളിച്ചിട്ട് ആ കിളിയനെ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് എത്രയായി, നിനക്ക് ആ ബലരാമനെ അന്വേഷിക്കാൻ പറ്റില്ല, കിളിയനെങ്കിലും പിടിച്ചതായെന്ന രീതിയിൽ പറയുന്നു.
നിൻ്റെ വാക്ക് മാത്രം പോരാ, പ്രവൃത്തി വേണമെന്ന രീതിയിൽ പറഞ്ഞിട്ട് വഴക്ക് കൂടുന്നു. ആ സമയത്ത് തന്നെയാണ് കൺമണി കൃഷ്ണൻ്റെ അടുത്തേക്ക് വരുന്നത് കേട്ടോ. എന്താണ് സർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ സർ, എന്തിനു ദേഷ്യപ്പെടുന്നതെന്ന് പറയുന്നു. കൺമണി, നീ എന്നോട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കേണ്ട, എനിക്ക് പല പ്രശ്നങ്ങളുണ്ടാവും, എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ നീ എൻ്റെ ആരാ, എൻ്റെ ഭാര്യയൊന്നും അല്ലല്ലോ എന്ന രീതിയിലൊക്കെ കൺമണിയോട് സംസാരിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും കൺമണിക്കും കൃഷ്ണനും ആകെ ഒരു ഞെട്ടിത്തെറിച്ച പോലെ ആവുന്നുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.